ചെറുതേരെ സമയം ഏകദേശം 2 മണിയായേ രാത്രി. ഞാൻ ഒരു സിനിമ കണ്ട്. എനിക്ക് സജഷൻ വന്ന പടമാണ്. പടത്തിൻ്റെ പേര് ജാക്ക് ആൻഡ് ജിൽ. 2022 മറ്റോ ഇറങ്ങിയ പടമാണ്. എനിക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തതാണ്. ഒരാൾ സജസ്റ്റ് ചെയ്തതല്ല, 2-3 പേര് സജസ്റ്റ് ചെയ്തേ. അപ്പം ഈ പടം മഞ്ജു വാര്യരുടെ സിനിമയാണ്. ഞാൻ അങ്ങനെ ഒരുപാട് നാളായിട്ട് മഞ്ജു വാര്യരുടെ സിനിമകളൊന്നും കണ്ടിട്ടില്ല. കുറേ നാൾക്ക് ശേഷം ഇവർ അഭിനയിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ പടം ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ഞാൻ പടത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഒരു കിം 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 പാട്ടുള്ള പടമാണ്. അപ്പോൾ അത് കാണാത്തതുകൊണ്ട് ഞാൻ ഇരുന്ന് കണ്ടു. സന്തോഷ് ശിവനാണ് ഈ പടം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചുകൂടി കാണാൻ ഒരു ത്വര ഉണ്ടായി. ഓക്കെ, ഇത് ഫ്ലോപ്പായിപ്പോൾ പടമല്ലേ, അപ്പം റോസ്റ്റ് ചെയ്യാനുള്ള ചെറിയ റോസ്റ്റുള്ള വകുപ്പ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഈ പടം എടുത്തത്. ഞാൻ പിന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും 1-2 റോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കാര്യമായിട്ട് അങ്ങനെ ഇതിന് പടത്തിനെ റോസ്റ്റ് ചെയ്തിട്ടില്ല. റിവ്യൂസ് ഉണ്ട്, പക്ഷേ റിവ്യൂസ് ഞാൻ കണ്ടില്ല. റിവ്യൂസ് കാണാതെയാണ് ഈ പടം ഞാൻ കണ്ടത്. ഈയിടെ ഞാൻ ഇതുപോലൊരു തൊലിഞ്ഞ ഇത് എന്ത് സിനിമ ഇത്? എന്താണ് ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത് ഈ സിനിമയിൽ? ശരിക്കും ഞാൻ ഇപ്പം ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ 2 മണിക്ക് ഇത് പറയുമ്പോൾ ഞാൻ അത്രയും എനിക്ക് ഫ്രസ്ട്രേഷൻ അടിച്ചു ഇവിടെ ഈ പടം കണ്ടിട്ട്. ഉറുമിയും അനന്തഭദ്രമൊക്കെ ചെയ്ത മനുഷ്യനാണ്. അയാൾ എടുത്തു വെച്ച സിനിമയാണിത്. സൗബിനൊക്കെ പരശോകം പടത്തിനകത്ത്. 2022 ഒരുപാട് വർഷമായില്ല സിനിമ ഇറങ്ങിയിട്ട്. അത് നിങ്ങൾ ആലോചിക്കണം. പരശോകം സിനിമ. മഞ്ജു വാര്യരൊക്കെ വെറുപ്പിച്ച് തള്ളിയേക്കുന്നു പടത്തിനകത്ത്. ഒരൊറ്റ ക്യാരക്ടറില്ലല്ലോ അതിനകത്ത് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബോധമുള്ള ഒരു കഥാപാത്രമില്ല ഈ സിനിമയ്ക്കകത്ത്. ഞാൻ എന്തായാലും റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധനമുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ റോസ്റ്റ് ചെയ്യും. എനിക്ക് ഇനി റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും ഈ പടം ഇനി കാണാനുള്ള ക്ഷമയില്ല. നമ്മൾ ഈ ഒരു മോശം സിനിമയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു സന്തോഷ് പണ്ഡിത്തിൻ്റെ സിനിമ നമ്മൾ കണ്ടിട്ട് അയാളെ തെറി വിളിക്കുക, അയാളെ അപരാധം പറയുക ചെയ്ത മനുഷ്യർ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് പറയൂടെ? ഇത്രയും എനിക്കൊന്നും പറയില്ല. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി കാണാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചോ അല്ലെങ്കിൽ മനസ്സിലെവിടെയെങ്കിലും കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണരുതേ.